നമുക്ക് ഈ ഒരു ദിവസം ഈ മോഹൻലാലിന്റെ പിറന്നാൾ ദിവസം നമുക്കൊപ്പം ഇന്ന് ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. മോഹൻലാലിന്റെ ഏറ്റവും ഒടുവിലത്തെ വിശേഷം എന്ന് പറയുന്നത് തുടരുമാണ്. ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന സിനിമയാണ്. അപ്പോൾ തുടരുമിന്റെ തിരക്കഥാകൃത്ത് KR സുനിലാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ KR സുനിൽ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ശ്രീ KR സുനിൽ, ഇന്ന് ലാലേട്ടൻ്റെ പിറന്നാൾ ദിനമാണ്. അപ്പോൾ നടന വിസ്മയം, മലയാളികളെ എപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത പ്രിയപ്പെട്ട മോഹൻലാൽ. അപ്പോൾ ഇന്ന് ഈ ദിവസം തുടരുമിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് എന്താണ് മോഹൻലാലിനോട് പറയാനുള്ളത്? ലാലേട്ടൻ്റെ ജന്മദിനത്തിലും എല്ലാ ദിവസവും ലാലേട്ടനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. തുടരുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുക, അത് ആദ്യം അദ്ദേഹത്തിനോട് കഥ പറഞ്ഞ നാൾ തുടങ്ങി അവസാനം സിനിമ കഴിഞ്ഞ് റിലീസാവുന്നവരെ ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്താണ് പ്രത്യേകിച്ച് പറയേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത്രമാത്രം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. എങ്കിലും ആദ്യത്തെ ഏറ്റവും നന്നായിട്ടുള്ള ഒരു ഓർമ്മ എൻ്റെ മനസ്സിലിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കഥ പറഞ്ഞ ദിവസമാണ്. എൻ്റെ നിന്ന് ഈ കഥ ആദ്യമായിട്ട് കേട്ട് അദ്ദേഹം അത് ചെയ്യാൻ തീരുമാനിച്ച ആ ഒരു മൊമെൻറ്റ്, അത് അതിനുശേഷം ആ കഥയെക്കുറിച്ച് അദ്ദേഹം മറ്റുള്ളവരോട് സംസാരിക്കുന്നതും അവരിൽ നിന്ന് ഞാൻ അറിയുന്നതും അത്ര ഒരുപാട് ഓർമ്മകളാണ് എൻ്റെ ആദ്യത്തേത്. മാത്രമല്ല പിന്നീട് ഈ സിനിമ തുടങ്ങി അതിൻ്റെ ഷൂട്ട് സമയത്ത് ഒരുപാട് സിനിമകളിലൂടെയും അല്ലാതെയും മാറിയുന്ന ഒരുപാട് കണ്ട് ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പല കഥാപാത്രങ്ങളിലൂടെ വിസ്മയിപ്പിച്ച ലാലേട്ടൻ നമുക്ക് മുന്നിൽ നമ്മൾ എഴുതി വെച്ച നമ്മളിലൂടെ വന്ന കഥാപാത്രമായിട്ട് മാറുമ്പോൾ അത് പറയാൻ പറ്റാത്ത, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ അനുഭവമായിരുന്നു. അത് പലപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ അത്തരം മുഹൂർത്തങ്ങളുടെ മുന്നിൽ ശ്രീ KR സുനിൽ, അത് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ തുടരുമിലേക്ക് നമ്മൾ വരികയാണെങ്കിലേ, ഈ മലയാളികൾ ഒത്തിരി കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന മോഹൻലാലിൻ്റെ കുറച്ച് ഈ മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു കാലത്തെ പണ്ടത്തെ ലാലേട്ടൻ ഇനി തിരിച്ചു കിട്ടുമോ, ആ ഒരു നോട്ടിനെസ്സും ആ ഒരു കുസൃതിയും ഒക്കെ നിറഞ്ഞ ലാലേട്ടനെ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ആണ് നമുക്ക് തുടരും വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആ ബെൻസിലേക്ക് വരുമ്പോൾ ബെൻസിൻ്റെ ഓരോ മാനറിസവും കാര്യങ്ങളും അതൊക്കെ ബോധപൂർവം തന്നെ എഴുതിയതായിരുന്നോ? തീർച്ചയായിട്ടും. ഒന്നാമത് ആ ക്യാരക്ടർ ആവശ്യപ്പെടുന്നുണ്ട്. അതൊരു സാധാരണ നാട്ടിൻപുറത്തുകാരനായ ഒരു ടാക്സി ഡ്രൈവറാണ്. അത് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയം തുടങ്ങി ഞാനും തരുണും കൂടിയാണ്, അതിൻ്റെ കഥ എൻ്റെ ആണെങ്കിലും അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാനും തരുണും ഡയറക്ടറിൽ തരുണും ഒരുമിച്ചാണ്. ഓരോ സമയത്തും ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ എന്താണ് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നാട്ടിൻപുറത്തുകാരൻ എന്താണ് സംസാരിക്കുക, അയാൾ ഇമോഷൻ എന്താണ്, അയാൾ എങ്ങനെയായിരിക്കും അയാൾക്കൊരു പ്രശ്നം വന്ന് അയാൾ ഡീൽ ചെയ്യുക. സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ ബോധപൂർവം തന്നെയാണ്. പിന്നെ എഴുതുമ്പോൾ വളരെ നാച്ചുറലായിട്ട് അത്. ശ്രീ KR സുനിൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ലാലേട്ടൻ്റെ ആദ്യത്തെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോഴും ആദ്യമായിട്ട് കഥ കേൾക്കുമ്പോഴും എല്ലാം പുള്ളി വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. അത് മാത്രമല്ല പുള്ളി അതിനകത്ത് ഇൻവോൾവ് ആയി പുള്ളിയുടേതായ ചില സജഷൻസ്. അത് ഇത്ര കാലം സിനിമയിൽ നിന്ന ആളല്ലേ, ഇത്ര കഥാപാത്രങ്ങളിലൂടെ കടന്നു പോയ ഒരാളല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില ചെറിയ ചെറിയ ഇടപെടലുകൾ, ആ ചെറിയ ഇടപെടലുകളിൽ സിനിമയ്ക്ക് വലിയ ഗുണങ്ങളും ചെയ്തിട്ടുണ്ട്. വല്ലാത്ത അനുഭവമായിരുന്നു. ഈ തുടരുമിലേക്ക് വരികയാണെങ്കിൽ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് അതിൻ്റെ വില്ലനെ കണ്ടെത്തിയത് തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഇതുവരെയുള്ള സിനിമകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ആ സിനിമയിൽ വെച്ചിട്ട് ഞാനാണ് ഈ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വില്ലൻ നേരത്തെ ഈ മനസ്സിൽ കണ്ടെഴുതിയ ഒരു വില്ലനായിരുന്നോ ഈ ഒരു രൂപവും ഈ ഒരു ഭാവവും ഒക്കെ? അല്ല, എഴുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വില്ലൻ ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആർക്കുള്ള ഒരു വില്ലൻ ആയിരിക്കണം എന്നുള്ള ആദ്യം കഥ രൂപപ്പെടുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വില്ലൻ ഒരു എന്താ പറയുക, സ്ഥിരം ഒരു വില്ലൻ ആവരുത്, കണ്ട് മറന്ന ഒരു വില്ലൻ ആവരുത്. ഇത് അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇപ്പോൾ സ്ഥിരം കാണുന്നൊരു വില്ലൻ ആവരുതെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, മാത്രമല്ല എൻ്റെ പ്രൊഡ്യൂസറായ രഞ്ജിത്തേട്ടനായാലും ലാലേട്ടന് പോലും അത്തരം താല്പര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്രഷായിട്ടുള്ളൊരു വില്ലൻ വേണം. എന്നെ സംബന്ധിച്ച് എഴുതുന്ന സമയത്ത് ആദ്യം തുടങ്ങി താഴ്വാരം എന്നൊരു സിനിമ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ ഒരു സലീം ഗൗസൊക്കെ ചെയ്തിട്ടുള്ളൊരു കഥാപാത്രം. അപ്പോൾ അങ്ങനെ ഒരാൾ വേണമെന്നുണ്ടായിരുന്നു. മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള ഒരാളായാലും അത്രയും നല്ലതെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ വില്ലനിലേക്ക് എത്തുന്നതും. പ്രകാശ് വർമ്മ എൻ്റെ ഫ്രണ്ടാണ് കാലങ്ങളായിട്ടുള്ള. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് ആകസ്മികമായിട്ട് ആ സമയത്ത് അദ്ദേഹം
കേരളത്തിലേക്ക് എത്തും, എന്നെ വിളിക്കുന്നു. അങ്ങനെ ചെന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇദ്ദേഹം ആയാൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാം സംഭവിക്കുകയായിരുന്നു. ഈ ലൊക്കേഷനിലെ ലാലേട്ടൻ്റെ ഈ ഫൺ മൊമെന്റ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് ലാലേട്ടൻ്റെ പ്രത്യേകത ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. ലാലേട്ടൻ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സീൻ അല്ലെങ്കിൽ ഒരു ഷോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ഇടവേളകളിൽ ആക്ഷൻ, അതായത് അടുത്ത ഷൂട്ടിൻ്റെ ആ ചെറിയ ഇടവേളകളിൽ പോലും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. തിരിച്ച് ക്യാമറ പറയുക വന്നിട്ട് വളരെ കോമഡി ആയിട്ട് എന്താ പറയുക, ഫൈറ്റ് എടുക്കുന്ന ക്ലൈമാക്സ് ഫൈറ്റ് എടുക്കുന്ന സമയത്ത് 6 ദിവസമായിരുന്നു അതിൻ്റെ ഷൂട്ട്. നൈറ്റ് മഴയത്ത് തണുത്ത് വിറച്ച് നമ്മളൊക്കെ വളരെ സേഫായിട്ടിരിക്കുമ്പോൾ ലാലേട്ടനും പ്രകാശ് വർമ്മയും മാത്രം തണുത്ത് മഴ കൊണ്ടിരിക്കുമ്പോൾ, പക്ഷെ അതിൻ്റെ ഇടയിൽ പോലും നമ്മൾ പോലും എന്താ പറയുക, അവരോട് എന്താ പറയേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ ഇത്ര ദിവസങ്ങളായില്ലേ രാത്രി മുഴുവൻ. പക്ഷെ ആ സമയത്ത് പോലും പുള്ളി പനി ഉണ്ടായിരുന്നു ആ സമയത്ത്, എന്നിട്ട് പോലും പുള്ളി അതിൻ്റെ ഇടവേളകളിൽ വന്ന് തമാശ പറയാറുണ്ടായിരുന്നു. ഒരുപാട്, ഒന്ന് മാത്രമല്ല, ഒരുപാട്. ഈ ലാലേട്ടന്റെ താടി അത് കുറച്ച് നാളായിട്ട് ഭയങ്കര വിമർശന വിധേയമായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ തുടരുമ്പിൽ തന്നെ പറയുന്നുണ്ട്, ശോഭനയുടെ ഒരു ഡയലോഗ് ഉണ്ട്, ആ താടിയിൽ തൊട്ടാൽ കൊല്ലുമെന്നാണ് തോന്നുന്നത്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, കൊല്ലുമെന്ന് പറയുന്ന ആ ഒരു സാധനം, അത് ഈ കുറച്ച് നാളുകളായിട്ടുണ്ടായ ആ ഒരു വിമർശനക്കാരുടെ വായടപ്പിക്കാൻ വേണ്ടി കൂടെ ചെയ്തതാണോ? തീർച്ചയായിട്ടും അതൊക്കെ അത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ കണ്ടംപററി ആയിട്ടുള്ള ഈ ഒരുപാട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചില ട്രോളുകളൊക്കെ അടക്കം നമ്മൾ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. പുള്ളി അതിനൊക്കെ അപ്പുറം ചിന്തിക്കുന്ന ഒരാളാണ്. അതിൻ്റെ പേരിൽ ഞങ്ങൾക്കത് എഴുതാനോ അവതരിപ്പിക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇനി ലാലേട്ടനെ, മോഹൻലാലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ല ഫുഡിയാണ്, നല്ല കുക്കുമാണ്. എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പാചകങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ലാലേട്ടൻ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പലപ്പോഴും. സത്യത്തിൽ ആ സമയത്ത് ഞങ്ങൾ ഷൂട്ട് സമയത്ത് മിക്കവാറും അദ്ദേഹത്തിന് കുക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം അവിടെ ഇല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പലപ്പോഴും ചെന്നൈയിലൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കിച്ചനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. എപ്പോഴെങ്കിലും ചെല്ലുമ്പോൾ എപ്പോഴെങ്കിലും വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഷൂട്ട് സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ ചില ആൾക്കാർ വരും. പ്രായമായ അദ്ദേഹത്തിന് ഒരുപാട് കാലങ്ങളായിട്ട് ഇഷ്ടപ്പെടുന്ന ചില മനുഷ്യർ, അവർക്കൊക്കെ അദ്ദേഹത്തിലേക്ക് അങ്ങനെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവർ ആഗ്രഹങ്ങളുണ്ട്. അവരുണ്ടാക്കിയ ഫുഡ് കൊണ്ട് ചിലപ്പോൾ ഒരു ഹോട്ടലിൽ നിർത്തുന്ന സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് വേറെ പാചകം ചെയ്യുന്ന സ്ത്രീ ആയിരിക്കാം. അപ്പോൾ അവർ ലാലേട്ടന് വേണ്ടി ഉണ്ടാക്കിയ ഫുഡ്, ഭയങ്കര കരുതലോടെ ഉണ്ടാക്കിയ ഫുഡ് അവരുടെ വീട്ടിൽ നിന്ന് വലിയ പാത്രത്തിലാക്കി ലാലേട്ടൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതും, ലാലേട്ടനത് വളരെ പരിഗണനയോടെ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും ഇഷ്ടത്തോടെ കരുതലോടെ അത് കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ എല്ലാവരും അങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. ഒരു വലുപ്പച്ചെറുപ്പൊന്നുമില്ലാതെ മനുഷ്യന്മാരെ എന്താ പറയുക, ഉള്ളിൽ തൊട്ടാണ് ഡീൽ ചെയ്യുന്നത്. അത്തരം ഒരുപാട് നിമിഷങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങൾ, നമ്മളെ ചിന്തിപ്പിച്ച ഒക്കെ കഥാപാത്രങ്ങളുണ്ട്. ഈ ഓരോന്നിൽ നിന്ന് വ്യത്യസ്തവുമാണ്. ഒരെണ്ണമൊക്കെ ഇതിൽ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ഒരു റൈറ്ററൊക്കെ സംബന്ധിച്ച്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ലാലേട്ടൻ്റെ ക്യാരക്ടറിൽ നിന്ന് ഒരെണ്ണം പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങ് ഏതായിരിക്കും പിക്ക് ചെയ്യുക? അങ്ങനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്രമാത്രം നമ്മൾ കുട്ടിക്കാലം തുടങ്ങി കാണുന്നൊരു, ഈ തരുൺ പറഞ്ഞ പോലെ തലമുറകളുടെ നായകനല്ലേ. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരാൻ അങ്ങനെ കിരീടം, താഴ്വാരം, അങ്ങനെ ഒരുപാട് സിനിമകൾ. അല്ല, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ ഈ ഒരു ലുക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിൽ കണ്ടാൽ കൊള്ളായിരിക്കും, അങ്ങനെ തോന്നുന്നത് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു കഥാപാത്രം ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ലാലേട്ടൻ എല്ലാ കഥാപാത്രത്തിലും ലാലേട്ടൻ പാത്രം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കഥാപാത്രത്തിൽ മാത്രമേ എനിക്ക് ലാലേട്ടനെ ചുരുക്കാനോ അങ്ങനെ ആഗ്രഹിക്കാനോ എനിക്ക് പറ്റില്ല. ലാലേട്ടൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ, ലാലേട്ടൻ വരും. ഞാനിങ്ങനെ നമ്മൾ ഈ പല
പല ഡയറക്ടർമാരുടെയും റൈറ്റർമാരുടെയും ഒക്കെ ഈ ഇൻ്റർവ്യൂസ് കണ്ടുള്ളൂ. അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ലാലേട്ടൻ അഭിനയിച്ച് തുടങ്ങിയാൽ പിന്നെ ചിലപ്പോൾ ഈ കട്ട് പറയാൻ പോലും മറന്നു പോകുന്ന സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. ഈ അദ്ദേഹത്തിൻ്റെ അത്രമേൽ ആ ഒരു ക്യാരക്ടറിൽ അങ്ങനെ ചേർന്ന് നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഓരോ അഭിനയം. നമ്മൾ ഈ പറയുന്ന പോലെ നഖം പോലും അഭിനയിക്കുന്ന പല സീൻസും ഒക്കെ ഉണ്ടാകാറുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തുടരുമിലും ഓഫ് കോഴ്സ് അങ്ങനത്തെ ഒത്തിരി നമുക്ക് മറ്റേ രോമാഞ്ചം ഉണ്ടാകുന്ന മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. തുടരുമിലെ അത്തരത്തിലുള്ള മൊമെന്റ്സുകൾ ഒന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ? തീർച്ചയായിട്ടും എത്രയോ വട്ടം, തീർച്ചയായിട്ടും അത് തുടരും കണ്ടാലറിയാം. ഞാനിപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ എൻ്റെ അധികം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എങ്കിലും എല്ലാവരും പറയുന്നതാണ് ആ ബാത്റൂമിലെ സീൻ. അതൊക്കെ അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം അത് നമ്മൾ എഴുതി വെച്ചതിന് അപ്പുറത്തേക്ക് ആ സീനെ കൊണ്ടുപോകുമ്പോൾ അത് തരുൺ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കട്ട് പറയാൻ പറ്റാതെ ഇങ്ങനെ ധരിച്ചിരുന്ന് പോയിട്ടുള്ള. അത് മാത്രമല്ല, അത്തരം സീനുകളാണ് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഹൃദയത്തിലേക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും എല്ലാം ലാലേട്ടൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻവോൾവായി ചെയ്ത സീനുകളാണ്. അത് മാത്രമല്ല, എനിക്ക് ഈ സിനിമ ഇതിൻ്റെ കഥ ആദ്യമായിട്ട് പറയുമ്പോൾ തുടങ്ങി, ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മുതൽ അദ്ദേഹം ഇതിനൊപ്പം ഉണ്ട്, ഈ സിനിമയ്ക്കൊപ്പം ഉണ്ട്. അത് നിങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തുവിട്ട വീഡിയോയിൽ ലാലേട്ടൻ സംസാരിക്കുന്നത് കേട്ടറിയാം. അല്ലെങ്കിൽ അതിൽ മുഴുവൻ സമയം ഉണ്ടായിരുന്ന എനിക്കറിയാം അദ്ദേഹം മറ്റ് സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തോ ഈ സിനിമയ്ക്കൊപ്പം ഈ കഥാപാത്രത്തിനൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തൊക്കെയോ നമ്മൾ കണ്ടതിനേക്കാൾ എത്രയോ മേലേക്ക് ആ ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു ആക്ടർ ഈ കഥാപാത്രത്തിനെ കൊണ്ടുപോയി എന്നുള്ളത് അത് ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമാണ്, സന്തോഷമാണ്. യെസ്, ഈ KR സുനിലിൻ്റെ തിരക്കഥയിൽ ഇനിയും ലാലേട്ടൻ തുടരും. മലയാളികൾ പ്രതീക്ഷിച്ചോട്ടെ? മലയാളം സ്വാഭാവികമായിട്ട് ആഗ്രഹമാണ്, എൻ്റെയൊക്കെ ഒരു ആഗ്രഹമാണ് ഇനിയും ലാലേട്ടൻ വെച്ച് ചെയ്യുന്നു. അത് സംഭവിക്കട്ടെ എന്ന് എല്ലാവരും പോലെ ഞാനും ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. തുടരും പോലെ ഒരു പടം, ഒരു സിനിമ, അല്ലെങ്കിൽ ഇനിയും അങ്ങയുടെ തിരക്കഥയിൽ ലാലേട്ടൻ വീണ്ടും വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം, അതിനു മുൻപ് ഒരു കാര്യം കൂടി, നമ്മുടെ സിനിമയ്ക്ക് ശേഷമുള്ള ലാലേട്ടനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ലാലേട്ടനായിട്ട് സിനിമ നടക്കുമ്പോഴും സിനിമ എൻ്റെ ഒരു പ്രവർത്തന മേഖല സിനിമ മാത്രമല്ല, അത് ചിത്രകലയും ഫോട്ടോഗ്രാഫിയും. ലാലേട്ടനെ അറിയാം. ലാലേട്ടൻ എപ്പോഴും ഷൂട്ട് സമയത്തും അല്ലാത്ത സമയത്തും എൻ്റെ അത്തരം പ്രവർത്തന മേഖലകൾ, ഫോട്ടോഗ്രാഫിനെ കുറിച്ചും എൻ്റെ യാത്രകളെ കുറിച്ചൊക്കെ ലാലേട്ടൻ ഭയങ്കര കൗതുകത്തോടെ ചോദിച്ചറിയാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഏതായി പുറത്തു വരാൻ പോകുന്നൊരു പുസ്തകം, മാതൃഭൂമി ബുക്സ് പുറത്തു വരാൻ പോകുന്നത്, ആ പുസ്തകത്തിൽ ലാലേട്ടനാണ് അതിനെക്കുറിച്ചുള്ള അവതാരിക എഴുതിയേക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടോ ഒരു സിനിമയായിട്ടുള്ള ബന്ധമല്ല എന്നോട് ലാലേട്ടന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനും അപ്പുറത്തൊരു സൗഹൃദമുണ്ട്. അതുകൊണ്ട് റിലീസായ ശേഷം, റിലീസിൻ്റെ അന്നും എല്ലാം ലാലേട്ടനായിട്ട് സംസാരിച്ചിരുന്നു. ലാലേട്ടനായിട്ട് എപ്പോഴും നിരന്തരം കോണ്ടാക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും എനിക്കറിയാം അവിടെ നമുക്കൊരു സ്ഥാനമുണ്ടെന്ന്, അവിടെ ഒരു ഇടമുണ്ടെന്ന്. അത് ആ ബന്ധം എപ്പോഴും തുടരും. സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു പിറന്നാൾ ദിനത്തിൽ ലാലേട്ടന് നൽകാൻ പറ്റുന്ന ഒരു വിഷിലേക്കും കൂടി പോയാലോ? ലാലേട്ടനോട് പറയാനുള്ളത് എന്താ പറയുക, കഴിഞ്ഞ ലാലേട്ടൻ്റെ പിറന്നാളും ഞങ്ങൾക്ക് പോയിരുന്നു. തുടരുവിൻ്റെ സെറ്റിലായിരുന്നു അന്ന്. ലാലേട്ടനൊപ്പം ലാലേട്ടൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ, സന്തോഷത്തോടെ ആഘോഷിക്കാൻ ഒരു അവസരം കിട്ടിയൊരു ആളാണ് ഞാൻ. ഇത്തവണയും അതിൻ്റെ ഒരു സെലിബ്രേഷൻ നമ്മൾ ആഗ്രഹിച്ച പോലെ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ സെലിബ്രേഷൻ്റെ സമയത്താണ് ലാലേട്ടൻ്റെ ഈ വർഷത്തെ പിറന്നാളും. ഭയങ്കര സന്തോഷം ലാലേട്ടാ. ഇനിയും ലാലേട്ടൻ്റെ അടുത്ത ഓരോ നാളുകളും അല്ലെങ്കിൽ ഓരോ പിറന്നാളുകളും ഓരോ സിനിമകളും ഇങ്ങനെയുള്ള ആഘോഷത്തിൻ്റേതാവട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ KR സുനിൽ, നമുക്കൊപ്പം ഇത്രയും സമയം ചേർന്നതിന്, ലാലേട്ടനുമായിട്ടുള്ള ആ മൊമെൻറ്റ്സ് ഒക്കെ പങ്കുവച്ചതിന്. അങ്ങയ്ക്കും ഈ ഒരു വർഷം അടിപൊളിയാവട്ടെ. ഈ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫറാണ്, തിരക്കഥാകൃത്താണ്, എഴുത്തുകാരനാണ്. എല്ലാ മേഖലകളിലും ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ അങ്ങയ്ക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.